എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പറഞ്ഞ പ്രകാരം കേട്ടറ്റ് 1, 2, 3 എല്ലാത്തിലും അടങ്ങുന്ന എൻവയോൺമെന്റ്, പരിസ്ഥിതി, അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ ഗവൺമെന്റ് ആക്ടുകൾ, അതുപോലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പ്രസ്ഥാനങ്ങൾ, അതുപോലെ വാട്ടർ, നമുക്കറിയാലോ വെള്ളം. ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള എന്നാൽ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മുഴുവനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കഴിയുന്ന അത്രയും ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ആദ്യ ചോദ്യം: ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിലാണ് കാണുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതൊക്കെ പഠിക്കുന്നതിലുപരി സ്വന്തം വീടിന്റെ നാലുപുറമൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതി. ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെടികൾ ഉണ്ടാവുന്നത്? ചരലുള്ള മണ്ണില് ചെടി ഉണ്ടാവുന്നുണ്ടോ? മാവും പ്ലാവും അതുപോലെ തെങ്ങൊക്കെ നിൽക്കുന്നത് ഏത് തരത്തിലുള്ള മണ്ണിലാണ്? ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് EVSും നിങ്ങൾക്ക് ആവശ്യമുള്ള സയൻസ് എല്ലാം പഠിക്കാൻ പറ്റും. അല്ലാതെ ഇതൊന്നും പഠിച്ചത് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. വെള്ള നിറത്തിലാണോ, തവിട്ട് നിറത്തിലാണോ, ചുവപ്പ് നിറത്തിലാണോ, ഇരുണ്ട നിറത്തിലാണോ ഏറ്റവും കൂടുതൽ ജൈവാംശം കൂടുതലുള്ള മണ്ണ്? അവിടെ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പ്രകൃതി ഉണ്ടായിരിക്കുക. ഇരുണ്ട നിറത്തിലായിരിക്കും. ഓക്കെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയം കളയാനില്ല ഇതൊന്നും വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. കേരളത്തിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് ആരാണ്? ഇതൊരു PSC ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. ജോൺ സി ജേക്കബ് ആണോ, PV തമ്പിയാണോ, സുഗതകുമാരിയാണോ, കല്ലൻ പൊക്കുടനാണോ? ഈ നാല് പേരെ നിങ്ങൾ ആരാണ് എന്ന് പഠിച്ചിരിക്കണം. കല്ലൻ പൊക്കുടൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. കണ്ടൽക്കാടുകളുടെ ഏറ്റവും നല്ല സംരക്ഷകനാണ് കല്ലൻ പൊക്കുടൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ, അതായത് ഡോക്യുമെന്ററി ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒന്നെടുത്ത് കാണുക. നമ്മൾ സയൻസ് അല്ലെങ്കിൽ എന്ത് പഠിക്കുന്ന ആളായാലും അറിവുണ്ടായിരിക്കണം ടീച്ചർമാർക്ക്. അല്ലാതെ കേട്ട കാറ്റഗറി ഏതെങ്കിലും പാസ്സാവാൻ വേണ്ടിയിട്ട് ഇരുന്ന് ക്ലാസ് കാണലല്ല ജീവിതത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വരുന്ന കുട്ടികളൊക്കെ ടീച്ചർമാർക്ക് കഴിവില്ല അല്ലെങ്കിൽ അവർക്ക് ബേസിക് നോളജ് ഇല്ല എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട്. ടീച്ചർമാരായിട്ടുള്ള നമ്മളാണ് ഇതൊന്നും കാണാത്തതും അറിയാത്തതും ആയിട്ടുള്ളത്. ഒരു പുസ്തകവും വായിക്കില്ല, ഒരു വീഡിയോയും കാണില്ല. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ജോൺ സി ജേക്കബ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് നേച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത്. ആദ്യത്തെ നേച്ചർ ക്ലബ്ബ്, നമ്മളിപ്പോ ഈ സ്കൂളിലെല്ലാം കാണുന്ന നേച്ചർ ക്ലബിന്റെ തുടക്കം കേരളത്തിൽ കൊണ്ടുവന്നത് ജോൺ സി ജേക്കബ് ആണ്. ഒരാവാസ വ്യവസ്ഥയിലെ അജീവീയ ഘടകത്തിന് ഉദാഹരണം? അജീവീയം. ജീവിയം അല്ല, അജീവീയം. ഊഷ്മാവ്, മണ്ണ്, പ്രകാശം, ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം അജീവീയം, ജീവനില്ലാത്തതാണ്. ഓക്കെ. പ്രകൃതി സംരക്ഷണത്തിനുള്ള വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ വനിത? ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു PSC ചോദ്യം കൂടിയാണ്. പ്രകൃതി സംരക്ഷണത്തിനുള്ള വൃക്ഷമിത്ര എന്ന് പറയുന്നത് പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് എന്നുള്ളതാണ്. എല്ലാം പുരുഷന്മാരല്ലേ കൊണ്ടുപോകുന്നത്. അങ്ങനെ വേണ്ട, ഈ സ്ത്രീകൾ കൊണ്ടുപോകട്ടെ. അതല്ല ഫെമിനിസം. വന്ദന ശിവയാണോ, സുനിത നാരായണനാണോ, സുഗതകുമാരിയാണോ, വാങ്കിരി മാതായിയാണോ? വാങ്കിരി മാതായിനെയും വന്ദന ശിവേനെയും കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുക. ഭയങ്കര പ്രശസ്തരാണ്. സുഗതകുമാരി ടീച്ചറെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരം സുഗതകുമാരി ടീച്ചറാണ്. വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ വനിത സുഗതകുമാരി ടീച്ചറാണ്. ഇനി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണുള്ളത്? മലബാറിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ഊട്ടി വരെ വെറുതെ പോകുന്ന ആൾക്കാരുണ്ട്. ഊട്ടിയിൽ പോയി കാണുന്നത് മോശമാണെന്നല്ല പറയുന്നത്, മലബാറിൽ പോയാലും കാണാനുണ്ട്. അതെവിടെയാ? ബത്തേരിയിലാണോ, ഫറൂഖിലാണോ, ഒളവണ്ണയിലാണോ, കടലുണ്ടിയിലാണോ? നോർത്തേൺ കേരളയിലുള്ള സ്ഥലങ്ങളാണ്. ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. ഇനി പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആദ്യ കമ്മിറ്റി? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഒരു 5-8 വർഷമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റിയാണിത്. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണം ആരാണ് കൊണ്ടുവന്നത്? ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. എന്നാൽ കസ്തൂരി രംഗൻ കമ്മിറ്റി വേറെയാണെന്ന് നമുക്കറിയാം. കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഗാഡ്ഗിൽ, മാധവ് ഗാഡ്ഗിലിന്റെ ബേസിലാണ് ഈ കമ്മിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ. അദ്ദേഹത്തിന്റെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ എന്നെടുത്ത് കണ്ടു നോക്കുക. അപ്പോഴേ മനസ്സിലാവും പ്രകൃതി എത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. വെറുതെ അല്ല ഇതൊക്കെ വരുന്നത്. അപ്പോ യശ്പാൽ കമ്മിറ്റി വേറെയാണെന്ന് നമുക്കറിയാം. കസ്തൂരി രംഗൻ കമ്മിറ്റി വേറെയാണ്. പശ്ചിമഘട്ടത്തിന് വേണ്ടിയിട്ട് വാദിച്ചത് ഗാഡ്ഗിലാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്, പരിസ്ഥിതി ശാസ്ത്രം. ഓക്കെ. ജീൻ ദോസ്താണോ, സുന്ദർലാൽ ബഹുഗുണയാണോ, മിശ്രയാണോ, VN ഭഗവതിയാണോ? മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? മിശ്രയാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് അധികം സമയം കളയാത്തത്.
ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ആസ്ഥാനം ഇത് ചോദിച്ചുകൊണ്ടിട്ടുള്ള ചോദ്യമാണ്. ദേശീയമാണ്, നാഷണൽ ലെവൽ ചോദ്യം. നല്ല നല്ല ചോദ്യമാണ്. കൊൽക്കത്തയാണോ, മുംബൈ ആണോ, ന്യൂഡൽഹി ആണോ, ഭോപ്പാലാണോ? ഭോപ്പാലിൽ ഒരു ദുരന്തം ഉണ്ടായല്ലോ, അത് ഏത് വർഷമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭോപ്പാൽ ദുരന്തം ഉണ്ടായത് ഏത് ഗ്യാസ് പുറത്തു പോയിട്ടാണെന്ന് അറിയാമോ? അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട്, മറക്കരുത്. അപ്പോ നോക്കാം. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയിലാണുള്ളത്. ന്യൂഡൽഹി. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈസ് എന്ന് കേൾക്കുമ്പോൾ ലോട്ടറി ആയിട്ടൊന്നും വിചാരിക്കരുത്, അങ്ങനത്തെ പ്രൈസ് ഒന്നുമല്ല. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രം, പരിസ്ഥിതി, ആരോഗ്യം, കാർഷികം. ഈ ഒരു സെഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ്. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. ചിപ്സ് അല്ല, ചിപ്കോ. ഏതുമായിട്ടാ? നദി, മൃഗസംരക്ഷണം, മണ്ണ്, വൃക്ഷം. ഏറ്റവും എളുപ്പമുള്ള ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുത്താലും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. വൃക്ഷമാണ്. ഇതിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അവരെ പറ്റി നിങ്ങൾ പഠിച്ചിരിക്കുക. വ്യക്തികളാണ് ഇത്. ഒരാൾ മരം വന്ന് സമരം ചെയ്യുന്നതല്ലല്ലോ, ചില ആൾക്കാരല്ലേ ഇത് ചെയ്യുന്നത്. അവരാരൊക്കെയാണെന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ജലത്തിന്റെ രാസസൂത്രം. ഒരു സൂത്രം ഇനി പറയാനില്ല. H2O. സംശയമില്ല. വാട്ടറിലേക്ക് മാറിയിട്ടോ, നമ്മൾ പരിസ്ഥിതി ഒന്ന് നിർത്തുകയാണ്, വാട്ടറിലേക്ക് തുടങ്ങി. ജലം പരമാവധി സാന്ദ്രതയിലെത്തുന്ന താപനില. സാന്ദ്രതയുടെ ഇംഗ്ലീഷ് വാക്കാണ് ഡെൻസിറ്റി. നമുക്കിതൊക്കെ കൺഫ്യൂഷൻ വരും. നമ്മൾ ചിലർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായിരിക്കും, നമ്മൾ ചിലർ മലയാളത്തിൽ പഠിച്ചവരായിരിക്കും. ചോദ്യങ്ങൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കേട്ടിട്ട് എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ അറിവിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ നോളജാണ് പ്രധാനം. ഓക്കെ. അപ്പൊ വാക്കുകൾ നിങ്ങളെ തെറ്റിച്ചാലും നിങ്ങളുടെ അറിവ് നിങ്ങളെ തെറ്റിക്കരുത്. അപ്പൊ ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. പരമാവധി സാന്ദ്രതയിലെത്തുന്ന താപനില ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് മാക്സിമം ഡെൻസിറ്റി എത്തുന്നത്. ഇനി സാധാരണ താപനിലയിൽ ശുദ്ധജലത്തിന്റെ pH മൂല്യം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ 7, 8 സാധാരണ ടീച്ചർമാർ പറഞ്ഞു തരുന്നതാണ്. 7ആണ് pH മൂല്യം. എന്നാൽ 7ൽ കുറഞ്ഞാൽ അത് അസിഡിക് ആകുമോ അതോ ആൽക്കലി ആകുമോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. 7ൽ കൂടിയാൽ എന്താകും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ശുദ്ധജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ശുദ്ധജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. മക്കളെ, മഞ്ഞ്, കട്ട, ഐസ് കണ്ടിട്ടില്ലേ? ഫ്രിഡ്ജിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഐസ് ഇതിലിടില്ലേ, നമ്മളെ ടാങ്കിലും അതിലൊക്കെ ഇടില്ലേ? അത് തന്നെ സാധനം. ജലമൂലകങ്ങളുടെ ഇടയിൽ എന്ത് തരം ബോണ്ടിങ് ആണുള്ളത്? H2O എന്ന് പറയുന്ന ജലത്തിന്റെ മൂലകങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഏത് തരം ബോണ്ടിങ് ആണുള്ളത്? അത് ആലോചിച്ചാൽ തന്നെ കിട്ടും. ആ ഒരു H2O എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും അത് ഏത് തരം ബോണ്ടിങ് ആണ്. കുറച്ച് സയൻസ് ബേസ്ഡ് ചോദ്യമാണ്, എന്നിരുന്നാലും കിട്ടും. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. 2 ഹൈഡ്രജൻ ആണ് ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർബൺ ബോണ്ടിങ് എന്ന് പറയുന്ന വേറൊന്ന് ചില മൂലകങ്ങൾ നടക്കില്ലേ, അതുപോലെ ജലത്തിലുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ജലം ഒരു ഘടനയായി നിന്ന് നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഞാൻ അതിന്റെ ഫോട്ടോ അതിനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആം, ആ, ഈ മഞ്ഞൊക്കെ വീണ അല്ലെങ്കിൽ മഴ പെയ്ത ദിവസം, തലേദിവസം രാത്രി പെയ്തതിനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ സൂര്യപ്രകാശം നിന്നിട്ട് ഇതിങ്ങനെ വാട്ടർ വേപ്പർ ആയിട്ട് മാറിത്തീരുന്നത് കാണാറുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സബ്ലിമേഷൻ. ജലം വാതകമായി ഡയറക്റ്റ് ആയിട്ട് മാറുന്നു. ജലത്തിന്റെ ഏത് ഗുണമാണ് ഭൂമിയുടെ കാലാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത്? ജലത്തിന്റെ ഏത് ഗുണം? ഉയർന്ന വിശിഷ്ട താപശേഷി അഥവാ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ശേഷി. അതിനൊരു ശേഷി വേണം എന്ന് പറയാറില്ലേ, ആ ശേഷിയാണ് ഈ ശേഷി, അവശേഷി. ഓക്കെ. വാട്ട് ഈസ് ദ ടേം ഫോർ വാട്ടർ മൂവിംഗ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ? അർദ്ധപാരക വ്യവസ്ഥയിലൂടെ ജലം കടന്നു പോകുന്ന ഈ ഒരു ടേമിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ വിളിക്കുന്നത് ഓസ്മോസിസ് എന്നാണ്. ഒട്ടകപക്ഷിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ഒട്ടകപക്ഷിക്ക് എന്താ പറയാ? എന്നാൽ അടുത്ത ചോദ്യം, ഇതുപോലെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഈ ജീവി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലേ വെള്ളത്തിൽ. നമ്മൾ നടന്നു കഴിഞ്ഞാൽ താഴെ പോകും, പിന്നെ അത് ടൈറ്റാനിക് മോഡലാവും. എന്നാൽ ചില കീടങ്ങൾ ജലത്തിന്റെ മേൽ നടക്കാൻ കഴിയുന്ന ഘടകം, അതിനുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്. ഉപരിതല ഉൽപ്പിന്നം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്നാണ് ഈ ഒരു വാക്കിനെ പറയുന്നത്. അതിന്റെ ഭാരമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിന് ചെയ്യാൻ പറ്റുന്നത്.
ശൂന്യമായ ഇടങ്ങളിൽ ജലം മുകളിലേക്ക് കയറി എത്തുന്ന പ്രക്രിയ ഏതാണ്? ഇതിനു വേണ്ടിയിട്ടാണ് ഫോട്ടോ ഒക്കെ തരുന്നത്. കഴിഞ്ഞ ഫോട്ടോയിൽ ഞാൻ പറ്റിക്കപ്പെട്ടതാ. പോട്ടെ. ഓക്കെ. അപ്പോ ശൂന്യമായ ഇടങ്ങളിൽ ജലം മുകളിലേക്ക് കയറി എത്തുന്ന പ്രക്രിയ നമ്മൾ ഏഴിലും എട്ടിലൊക്കെ ഈ ചേനത്തണ്ടിലൊക്കെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തി കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ അങ്ങനെയാണ്. അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. കാപ്പില്ലറി പ്രവൃത്തി, കാപ്പില്ലറി ആക്ഷൻ എന്നുള്ളതാണ് ഈ ജലം മുകളിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ വേറെ കുറച്ച് സയൻസ് ടോപ്പിക്കുമായിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം അറിവ് കഴിവതും പകർന്നു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ. പഠിക്കാൻ കൂട്ടുകാരെയും കൂടെ കൂട്ടുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.